എനിക്ക് തന്നെ ഓർമ്മയുണ്ട്. ഫിസിക്സ് കെമിസ്ട്രി ഒക്കെ ഭയങ്കര പാട്. ഇംഗ്ലീഷ് അവരുടെ അമ്മയുടെ നിർബന്ധത്തിലായിരുന്നു സയൻസ് എടുത്തത്. സയൻസ് എന്ന് പറഞ്ഞാലേ ഞാൻ വേറൊരു നിങ്ങൾ ഈ വാഴ എന്ന് പറയുന്ന സിനിമ കണ്ടാണ്. അപ്പൊ അതിനകത്ത് കോട്ടയം നസീർ മോഡലൊക്കെ ചോദിക്കുന്നുണ്ട്, നിനക്ക് 2 ഓപ്ഷൻസ് ഉണ്ട്, ഒന്നെങ്കിൽ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ മെഡിസിൻ. അതിനകത്ത് ഞാൻ ആ സിനിമ കണ്ടപ്പോൾ ആ കാര്യങ്ങളൊക്കെ ഓർത്തു. അപ്പം വേറൊന്നുമില്ല, നിങ്ങള് പിന്നെ ആ കാലഘട്ടത്തിൽ 2008-2009 ഒന്നിന് എഞ്ചിനീയറിംഗിന് പോവുക അല്ലെങ്കിൽ മെഡിസിന് പോവുക. അപ്പൊ അതാണ് ഇപ്പം വേറെ ഒന്നിനും പോയി കഴിഞ്ഞാൽ രക്ഷപ്പെടത്തില്ലെന്നുള്ളൊരു ധാരണ സമൂഹം ഉണ്ടാക്കി. പക്ഷെ ഇപ്പൊ ഞാൻ മനസ്സിലാക്കിയ കാര്യം എന്ന് പറഞ്ഞാൽ ഹ്യൂമാനിറ്റീസ് പഠിക്കണം എന്ന് പറഞ്ഞ് ICSE പഠിക്കുന്ന പിള്ളേര് പ്രത്യേകം എടുത്തു. കാരണം സിവിൽ സർവീസിന് മറ്റുമൊക്കെ പോകണം. അപ്പൊ ഇദ്ദേഹം തന്നെ സിവിൽ സർവീസ് കഴിഞ്ഞിട്ട് മറ്റ് വേറെ പല ആസ്പിറേഷൻസും പറഞ്ഞു. ഞാൻ അങ്ങനെ ചോദിച്ചറിയുന്നുണ്ട് കാര്യങ്ങളൊക്കെ. അപ്പം അതൊക്കെ എന്ന് പറഞ്ഞാൽ നല്ല സൂചനകളാണ്. കാരണം എന്ന് പറഞ്ഞാൽ എനിക്ക് അന്ന് ആ സയൻസിന്റെ ഇതിനകത്ത് പ്ലാറ്റ്ഫോം വന്നപ്പോഴത്തേക്ക് എനിക്കൊന്ന് പെർഫോം ചെയ്യാൻ പറ്റിയില്ല. ഇംഗ്ലീഷിന് മലയാളത്തിന് A+ ഉണ്ടായിരുന്നു, പിന്നെ ബയോളജിക്ക് A ഉണ്ടായിരുന്നു. പക്ഷേ അത് പ്ലസ് ടു എന്തായാലും ഒരു ഡിസ്റ്റിങ്ഷനോട് കൂടി പാസ്സായി. പക്ഷെ എനിക്കത് പെർഫോം ചെയ്യാൻ പറ്റിയില്ല. അന്ന് സത്യം പറഞ്ഞാൽ എന്നെ ലീഡ് ചെയ്യാൻ അല്ലെങ്കിൽ ഗൈഡ് ചെയ്യാൻ ആരും ഇല്ലായിരുന്നു. എനിക്ക് എന്റെ ഒരു ക്രിയേറ്റീവ് ആയിട്ടുള്ള രീതിയിൽ ഹ്യൂമാനിറ്റീസ് എടുത്താൽ മതിയായിരുന്നു. പക്ഷെ അന്നത് പറഞ്ഞു തരാൻ ആരും ഇല്ല. അമ്മ നിർബന്ധിച്ച് സയൻസ് എടുപ്പിച്ചു. പക്ഷേ അതിന് താല്പര്യമില്ലായിരുന്നു. അന്ന് ഞാൻ ഒരുപാട് വട്ടം പറയും, എങ്ങനെയെങ്കിലും +2 കഴിഞ്ഞ് ഇംഗ്ലീഷ് എങ്ങനെ എടുത്തു പോകും, കുഴപ്പമൊന്നുമില്ല, എന്തായാലും എടുത്തു പോയിട്ടില്ല. പക്ഷെ നല്ല മാർക്കോട് ജയിച്ചു. ഡിസ്റ്റിങ്ഷൻ അന്ന് ഈ ഡിസ്റ്റിങ്ഷൻ അങ്ങനെയൊക്കെയാണ്. 2 A+ സെക്കൻഡ് ലാംഗ്വേജ് ഇംഗ്ലീഷായിരുന്നു ഇഷ്ടം. ടീച്ചറെ ഭയങ്കര ഇഷ്ടമാണ്. കല്യാണം ഒരുപാട് വീട്ടിൽ നമ്മൾ ഫോട്ടോ ഒക്കെ എടുത്തായിരുന്നു. എന്നെ കാണാൻ ഞങ്ങളുടെ വീട്ടിൽ വന്ന് ഞാനോട്ട് ഫോട്ടോ ഒക്കെ എടുത്ത്. പക്ഷെ കല്യാണത്തിന് മാക്സിമം ഞാൻ പോകാൻ നോക്കിയായിരുന്നു. പക്ഷെ പറ്റിയില്ല. എല്ലാവരും ഒന്നും കല്യാണം വിളിക്കാറില്ല. വിളിക്കുന്നിടത്തൊക്കെ മാക്സിമം ഞാൻ പോകും. പഠിപ്പിച്ചവരും വിളിക്കുമ്പോൾ എൻ്റെ എനിക്ക് പോകാൻ പറ്റിയില്ല. ഞാൻ ഇങ്ങനെ കൊടുക്കേണ്ട പ്രസന്റേഷനും ഒക്കെ ആലോചിച്ചിങ്ങനെ വെച്ചിരുന്നു. പക്ഷേ എന്തോ ഒരു അസൗകര്യം പോകാൻ പറ്റില്ല. പിന്നെ എനിക്കൊരു വിഷമമായിരുന്നു പോകാൻ പറ്റാതെ. പിന്നെ ഫേസ്ബുക്കിലൊക്കെ കാണുമ്പോഴൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടം. ഓരോ കാര്യങ്ങളൊക്കെ ഇടും. ഞാൻ പണ്ടിങ്ങനെ മറക്കാത്തൊരു സ്റ്റുഡൻ്റാണ്. കുറേ ഇപ്പോൾ 26 വർഷം പഠിപ്പിക്കുന്നത്. ഒത്തിരി പേര് പഠിപ്പിച്ചു. പക്ഷേ എനിക്ക് ഇപ്പോഴും കിട്ടിയ പഠിച്ചോണ്ട്, കാരണം ഞാൻ ശ്രീകണ്ഠൻ നായർ ആവുകയല്ല. ശ്രീകണ്ഠൻ നായർ നമുക്ക് ഒരാൾ പറയുന്ന ഇടയ്ക്ക് ഞാനൊരു അനുവാദം ചോദിക്കുകയാണ്. കാരണം നിങ്ങൾ അദ്ദേഹത്തിന് ശൈലി പിന്തുടരാൻ ശ്രമിക്കരുത്. നെഗറ്റീവായിട്ട് പറഞ്ഞതല്ല, ഒരാൾ സംസാരിച്ച് കംപ്ലീറ്റ് ചെയ്യിപ്പിക്കണം. ഞാനതിപ്പം ഇനിയിപ്പം വേറൊന്നുമല്ല. അന്ന് ടീച്ചർ എനിക്ക് പറഞ്ഞ ഒരു കമന്റ് ആണ്. പറഞ്ഞാൽ നീ ഇവിടെ പോയി രക്ഷപ്പെട്ടോളൂ എന്ന്. അത് ഞാൻ ഇപ്പോഴും എന്റെ ഹൃദയത്തിൽ സൂക്ഷിച്ചു. അപ്പൊ അതുകൊണ്ട് പിന്നെ നമുക്കതൊക്കെയാണ് നമുക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ അനുഗ്രഹം എന്ന് പറയുന്നത്. അപ്പൊ അത് ഞാൻ ഇപ്പോഴും ഓർമ്മയിൽ സൂക്ഷിച്ചിട്ടുണ്ട്. എനിക്ക് മുമ്പോട്ട് പോകാനുള്ള പ്രചോദനം അതൊക്കെ തന്നെ. പഠിക്കാത്ത ഞാൻ വഴക്കും പറഞ്ഞിട്ടുണ്ട്, ഒന്നും പറയുന്നുണ്ട്. എനിക്കറിയായിരുന്നു അവന് അതിലോട്ട് പാടാനല്ല താല്പര്യമില്ല. പാടൊന്നുമില്ല, പഠിച്ചെടുക്കാനൊക്കെ പറ്റും. പക്ഷെ താല്പര്യമില്ല. സയൻസ് അതേ ഉള്ളൂ, അല്ലെ പഠിക്കാൻ പറ്റില്ല, താല്പര്യമില്ല. അപ്പോഴേ ഞാൻ പറയുന്നത് എങ്ങനെയെങ്കിലും +2 നല്ല മാർക്കോടുകൂടി അങ്ങ് ജയിക്കുക, എന്നിട്ട് ഇഷ്ടമുള്ള ഇംഗ്ലീഷ് എടുത്ത് പോയിക്കോ, എന്തായാലും ചേർത്ത് പോയില്ലേ എന്നൊക്കെ പറയുമായിരുന്നു. അവന്റെ സ്വഭാവത്തിൽ അന്നേ എനിക്കറിയാമായിരുന്നു എവിടെയെങ്കിലും നന്നായിട്ട് രക്ഷപ്പെട്ടു പോകും. ഒരു കുരുത്തക്കേടും ഇല്ല. നല്ല ഇടയ്ക്കൊക്കെ നമ്പർ എന്തെങ്കിലും ഉണ്ടായിരുന്നു പോയി. പ്രോഗ്രാം എങ്ങനെ ഉണ്ടായിരുന്നു? അല്ലല്ലായിരുന്നു. അപ്പൊ നിങ്ങൾ ഇതുപോലൊക്കെ ഇവിടെ പഠിച്ച ആളല്ലേ? 3 വർഷം അതിന്റെ സ്ഥലത്ത് അവിടെ പഠിച്ച 2 ക്ലാസ് എടുക്കാനും അല്ലാതെ വന്നിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ ഈ ഇരിക്കുന്നവരും ഒക്കെ അപ്പൊ 3-4 കൊല്ലം കഴിയുമ്പോൾ അതൊക്കെ ഇടായി പോവും. പിന്നെ നിങ്ങൾ പോയി വലിയ ഇതിലൊക്കെ വന്ന് ക്ലാസ്സും ഒക്കെ എടുക്കണം, നല്ല നിലയിലൊക്കെ പോകണം. വിഷ്ണുവിന്റെ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടമായി കാണുമല്ലേ? ഒരുപാട് ഇഷ്ടമായില്ലേ? അതേ വിഷ്ണുവിന്റെ ആ സ്വഭാവം പിന്തുടരുക. നല്ല സ്വഭാവമായിരുന്നു, ഒരു കുഴപ്പമില്ലാത്ത നല്ല കുട്ടിയാണ്, ഒരു കുഴപ്പമില്ല. ക്ലാസ് എല്ലാവർക്കും ഇഷ്ടമല്ല. ടീച്ചർ പറഞ്ഞതുപോലെ തന്നെ എനിക്ക് വളരെ പ്രിയപ്പെട്ട കുട്ടിയാണ്. ഇപ്പോഴും അതായത് 2-3 ദിവസങ്ങൾക്ക് മുമ്പ് ഞങ്ങൾ തമ്മിൽ ഫോണിൽ ഇപ്പം വിഷ്ണുവും ഇപ്പം കുടുംബജീവിതമൊക്കെ ആയതുകൊണ്ട് വിഷ്ണുവിന് സമയമില്ലാത്തതുകൊണ്ട് ഇങ്ങനെ വോയിസ് മെസ്സേജ് ഇടും. ഞാൻ എൻ്റെ പ്രീ
വിജയനും ഒക്കെ ഒരുപാട് ഉയരത്തിലെത്താൻ കഴിയും. അപ്പം വിഷ്ണു ഡിഗ്രി കഴിഞ്ഞിട്ട് എന്നോട് ഡിഗ്രി അല്ല +2 കഴിഞ്ഞിട്ട് ഇങ്ങനെ എന്നോട് ഒരുപാട് വിഷമമൊക്കെ പറയാറുണ്ട്. സയൻസിൽ എല്ലാവർക്കും എഞ്ചിനീയറിംഗിന് പോകുന്നവരെ ഇഷ്ടം, അല്ലെങ്കിൽ MBBS പോകുന്നവരെ ഇഷ്ടം എന്നൊക്കെ പറയാറുണ്ട്. ഞാൻ പറഞ്ഞു അങ്ങനൊന്നുമില്ല. എൻ്റെ ഒരു ഫ്രണ്ടുണ്ട്, അയാൾ ജേർണലിസ്റ്റ് ആയിരുന്നു, പുള്ളി ഇപ്പോൾ ഇല്ല, മരിച്ചുപോയി. അപ്പം ഞാൻ പറഞ്ഞു അയാൾ ഇന്ത്യൻ എക്സ്പ്രസിലെ കോളമിസ്റ്റാണ്. കോളമിസ്റ്റ് എന്ന് പറഞ്ഞാൽ സ്ഥിരമായിട്ട് ഒരു പങ്ക് കൈകാര്യം ചെയ്യുന്നവരെയാണ് കോളമിസ്റ്റ് എന്ന് പറയുന്നത്. അന്ന് 98-ലേക്ക് പുള്ളിയുടെ പേയ്മെന്റ് എന്ന് പറഞ്ഞാൽ 27,000 രൂപയ്ക്കാണ്. അതൊരു വലിയ തുകയാണ്. അപ്പം ഞാൻ പറഞ്ഞ വിഷ്ണു അങ്ങനൊന്നുമില്ല, അതൊക്കെ ആൾക്കാരുടെ ഒരു ധാരണയാണ്. നമ്മൾ ഇപ്പം ഡോക്ടേഴ്സും എഞ്ചിനീയേഴ്സും മാത്രമൊന്നും അല്ല, സമൂഹത്തിലെ വലിയ ആൾക്കാരും നല്ല കഴിവുള്ള ഒരുപാട് പേരുണ്ട്. അത് നമുക്കൊരു മലയാളികളുടെ ഒരു ചിന്താഗതിയുടെ കുഴപ്പമാണ്, അങ്ങനെയൊന്നുമില്ല. അപ്പോൾ എന്തായാലും വിഷ്ണു നല്ല ഉയരങ്ങളിലെത്തി. വളരെ സന്തോഷം. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടില്ലേ? നല്ല ക്ലാസ്സല്ലേ? നല്ലൊരു എക്സലന്റ് ട്രെയിനറാണ് കേട്ടോ. ഇരിക്കുകയാണ്, നിങ്ങൾ ഇരിക്കുകയല്ലേ, അവിടെ ഞാൻ ഇരിക്കാൻ തീരുമാനിച്ചത്. നമ്മുടെ ഈ ഇന്നത്തെ പ്രോഗ്രാമിൽ ഞാൻ വളരെ ശ്രദ്ധിച്ചൊരു കാര്യം, ഞാൻ വിഷ്ണുവിനേക്കാൾ ശ്രദ്ധിച്ചത് നിങ്ങളെയാണ്. കാര്യം എത്ര ബ്രില്യൻ്റ് ആയിട്ട് കാര്യങ്ങൾ പ്രസന്റ് ചെയ്തു. അപ്പൊ അങ്ങനെയുള്ള നിങ്ങളുടെ കഴിവിനെ പുറത്തു കൊണ്ടുവരാൻ വിഷ്ണുവിന് കഴിഞ്ഞു. അതുള്ളതാണ് സന്തോഷകരമായ ഒരു വളരെ നല്ലൊരു യാഥാർത്ഥ്യം. അതാണ് ഇതിന്റെ ലക്ഷ്യമില്ല. കാരണം വിദ്യാഭ്യാസത്തിന്റെ ലക്ഷ്യം തന്നെ ബ്രിങ്ങിങ് ഔട്ട് ദ ബെസ്റ്റ് ഇൻ ചൈൽഡ് ആൻഡ് മാൻ എന്നാണ്. ഓൾറൗണ്ട് പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് ആണ്. അപ്പൊ അതിന് ഞങ്ങളൊക്കെ ചില ചാലക ശക്തികൾ മാത്രമാണ്. അവിടെ ഉണ്ട്, എന്താണ്, എല്ലാം ഉള്ളിലുണ്ട്. ആ ഉള്ളിലുള്ള നന്മയെ പുറത്തു കൊണ്ടുവരിക മാത്രമാണ് ഞങ്ങൾ ശ്രമിക്കുന്നത്. അപ്പൊ ഞങ്ങൾക്ക് അഭിമാനമുണ്ട്, പ്രിയപ്പെട്ട വിഷ്ണു, ഞങ്ങളുടെ ഒരു പൂർവ്വ വിദ്യാർത്ഥി. ഇതിനു മുമ്പ് ഫിലിം ലിറ്ററസിയെ പറ്റി, അത് ആദ്യമായിട്ടല്ല വിഷ്ണു സ്കൂളിൽ വരുന്നത്. പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ സ്കൂളിൽ വരുമായിരുന്നു. അത് കഴിഞ്ഞിട്ട് ക്ലാസ് എടുക്കാൻ വേണ്ടി ഫിലിം ലിറ്ററസിയെ പറ്റി, ഫിലിം ഫീൽഡുമായിട്ട് വിഷ്ണുവിന് നല്ല ബന്ധമുണ്ട്, ഫിലിം മേക്കേഴ്സുമായിട്ടൊക്കെ നല്ല കണക്ഷൻ ഉണ്ട്. സീരിയൽസുമായിട്ടൊക്കെ ഒരു സമയത്ത് തെറ്റിദ്ധാരണയായിരിക്കാം. ഫിലിം ലിറ്ററസിയെ പറ്റി അദ്ദേഹത്തിന്റെ ഒരു ഫീൽഡായിരുന്നു. അതേപ്പറ്റി ക്ലാസ് എടുക്കാൻ സ്കൂളിൽ വന്നിട്ടുണ്ട്. ലിറ്റിൽ കൈറ്റ്സിന്റെ ക്ലാസ് എടുക്കാൻ വന്നിട്ടുണ്ട്. കൂടാതെ ഹയർ സെക്കൻഡറിയിൽ ക്ലാസ് എടുക്കാൻ വന്നിട്ടുണ്ട്. അതുകൊണ്ട് പ്രത്യേക സന്തോഷം. നിങ്ങൾക്ക്, ഞാൻ പിന്നെ ടീച്ചർ പറഞ്ഞത് ഞാൻ മുമ്പ് പറഞ്ഞത്, നിങ്ങൾക്ക് ഇങ്ങനെയുള്ള അവസരങ്ങൾ ഉണ്ടാകുന്നതിനെ പറ്റി ഞാൻ സ്വപ്നം കാണുന്നു. നിങ്ങൾ ഇവിടെ വന്ന് ഞാനിന്ന് പൂർവ്വ വിദ്യാർത്ഥിയായിരുന്നു, എനിക്ക് ഇങ്ങനെ ഇതുപോലെ NSS ക്യാമ്പിൽ ഞാൻ ഇരുന്നിട്ടുണ്ട്. ഇങ്ങനൊരു അവസരം കിട്ടിയതിൽ സന്തോഷവും നിങ്ങൾ പറയുന്ന നല്ല നാളേക്കായി കാത്തിരുന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്ക് ചെയ്തു. താങ്ക് യു. നിങ്ങൾക്കൊരു ഓക്കെ, അന്നേരം എന്താ പറയാൻ, ഇനി ഒന്നുമില്ല അല്ലേ പറയാൻ. ടീച്ചേഴ്സ് എല്ലാം പറഞ്ഞു കഴിഞ്ഞു. വളരെ നല്ല ക്ലാസ് ആയിരുന്നു. താങ്ക് യു സർ ഫോർ യുവർ വൾനറബിൾ ടൈം. സാർ പറഞ്ഞു നമ്മുടെ സമയം പോകും, അതുകൊണ്ടാണ് സാർ വേഗം വൈൻഡപ്പ് ചെയ്യുന്നതെന്ന്. അങ്ങനല്ല സാർ, ഒരിക്കലും അല്ല, ഞങ്ങൾ കാത്തിരുന്ന് കിട്ടിയ ക്ലാസ് ആണ്. ടീച്ചേഴ്സ് എല്ലാം സാർ വരുന്നെന്ന് പറഞ്ഞപ്പോൾ തന്നെ ടീച്ചേഴ്സ് എല്ലാം ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. ഞാൻ പഠിപ്പിച്ച കൊച്ചാണ്, ഇവിടെ ഒരുപാട് ടീച്ചേഴ്സ് പറഞ്ഞിട്ടുണ്ട്. കാര്യം നമ്മൾ പഠിച്ച സ്കൂളിൽ തന്നെ ഗസ്റ്റ് ആയിട്ട് വരണമെങ്കിൽ തന്നെ അത് വലിയൊരു കാര്യം തന്നെയാണ്. താങ്ക് യു സോ മച്ച് സർ. ഇനിയും ഇതേപോലുള്ള അവസരങ്ങളിൽ സാറ് വരണം എന്ന് പറഞ്ഞുകൊണ്ട് എന്റെയും NSS വോളണ്ടിയേഴ്സിന്റെയും വക താങ്ക്സ് അലോട്ട്.